ഉസ്താദ് ഈ ഹജ്ജ് ഉംറ മേഖലയിൽ വളരെയധികം അനുഭവസമ്പന്നനായ ആളാണല്ലോ. ഹജ്ജ് ഉംറ വേളയിൽ പല ആളുകളിൽ നിന്നും പല നിഷിദ്ധമായ കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഒരു വ്യക്തി ഹജ്ജിലും ഉംറയിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് നിഷിദ്ധമായ കാര്യങ്ങൾ? അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നിഷിദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? ഇഹ്റാം എന്ന വാക്ക് തന്നെ നിഷിദ്ധമാക്കൽ എന്നാണ്. ഹറാമ് നിഷിദ്ധം എന്നാണല്ലോ. നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് തക്ബീറിൻ്റെ പേര്. നിസ്കാരത്തിൻ്റെ മുമ്പ് അനുവദിക്കപ്പെടുന്ന പല കാര്യങ്ങളും നിഷിദ്ധമാക്കുന്ന തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇതുപോലെ തന്നെ ഹജ്ജിന് ഇഹ്റാം, ഉംറക്ക് ഇഹ്റാം ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ആ നിയ്യത്തിനെ കുറിച്ചാണല്ലോ ഇഹ്റാം എന്ന് പറയുന്നത്. നിയ്യത്ത് വെക്കലോടുകൂടെ പല കാര്യങ്ങളും അനുവദനീയമായിരുന്നത് നിഷിദ്ധമാവുകയാണ്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമായ കാര്യം ഒന്ന്, പുരുഷൻ തലമറക്കൽ. അത് നിഷിദ്ധമാണ്. അതിൻ്റെ മുമ്പ് അവർക്ക് അത് പറ്റിയിരുന്നു, പക്ഷേ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ തലമറക്കൽ നിഷിദ്ധമാണ്. രണ്ട്, തുന്നപ്പെട്ട വസ്ത്രം, നെയ്യപ്പെട്ട വസ്ത്രം, ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കൽ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. സ്ത്രീകളാവട്ടെ അവർക്ക് മുഖം മറക്കൽ നിഷിദ്ധമാണ്. തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല, തലമറക്കുന്നത് കൊണ്ട് വിരോധമില്ല, പക്ഷേ അവർ മുഖം മറക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുളിക്കുമ്പോൾ നല്ല വാസനയുള്ള സോപ്പ് ഉപയോഗിക്കൽ ഹറാമാണ്. അതുപോലെ വാസനയുള്ള ലിക്വിഡുകളൊക്കെ ഉപയോഗിക്കുക, ഇതൊക്കെ സുഗന്ധം ഉപയോഗിക്കുന്നതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, എണ്ണ പുരട്ടുക. താടിയിലും തലയിലും എണ്ണ പുരട്ടുക, അതും ഹറാമാണ്. മുടി, നഖം, ഇത്തരം സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുക. നമ്മുടെ കാരണമായി മുടി കൊഴിഞ്ഞു പോകാൻ പാടില്ല. നഖം വെട്ടാൻ പാടില്ല. നഖം കൈകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ മുറിച്ചെടുക്കും, അത് ഹറാമാണ്. അതുപോലെ തന്നെ ചുണ്ടിലോ മറ്റോ ഒക്കെ തണുപ്പൊക്കെ വരുമ്പോൾ തൊലി ഇങ്ങനെ അടർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് പിടിച്ചു വലിച്ച് അങ്ങനെ ശരീരത്തിൽ നിന്ന് തൊലികളൊന്നും പറിക്കാൻ പാടില്ല. ഇതൊക്കെ ഹറാമാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് സംയോഗം ചെയ്യുക, ഇത് ഹറാമാണ്. എട്ടാമത്തെ കാര്യം, സംയോഗത്തിൻ്റെ ആമുഖമായി ചെയ്യുന്ന ചുംബനം, സ്പർശനം ഇത്യാദി കാര്യങ്ങൾ വികാരത്തോടുകൂടെ ചെയ്യലും ഹറാമാണ്. ഒൻപതാമത്തെ കാര്യം, വേട്ടയാടുക, അത് പാടില്ല. അതുപോലെ നിക്കാഹ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമാണ്. എന്നാൽ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാർ തലമറക്കുക എന്നുള്ളത്. തലമറക്കൽ ഹറാമാണ്, പക്ഷേ ശക്തമായ ചൂടോ ശക്തമായ തണുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് തല മറക്കേണ്ടി വന്നാൽ അവർക്ക് തല മറക്കാം, ഹറാമാവുകയില്ല. പക്ഷേ അവർക്ക് ഫിദിയ നിർബന്ധമാവും. അതുപോലെ തന്നെ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക, കുപ്പായം ധരിക്കുക, അതുപോലെ ഇന്നറായ വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഊരാൻ മറന്നുപോകും, അവർ നിർബന്ധമായും ഊരേണ്ടതാണ്. കരയടിച്ച തുണി പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. ഈ തുന്നപ്പെട്ട വസ്ത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാതെ കിട്ടാനില്ല എന്നൊരു ഘട്ടമുണ്ടായാൽ അവർക്ക് ജായിസാണ്, അവർക്ക് ഫിദിയയും ഉണ്ടാവുകയില്ല. എന്നാൽ കിട്ടാനുണ്ടെങ്കിലും ഇത് ധരിക്കുന്നതിലേക്ക് അനിവാര്യമായ ഘട്ടമായി വന്നാലോ ഹറാമുണ്ടാവുകയില്ല, ഫിദിയ നിർബന്ധമാവും. ഇവിടെ ഒരാള് മറന്നുകൊണ്ട് തലമറച്ചുപോയി, അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഒരാള് തുന്നപ്പെട്ട വസ്ത്രം അറിയാതെ ധരിച്ചുപോയി, എന്നാൽ അതുകൊണ്ട് എന്തുണ്ടാവുകയില്ല, ഹറാമ് വരികയില്ല, ഫിദിയയും ഉണ്ടാവുകയില്ല. മുഹറമാത്തുൽ ഇഹ്റാമില് രണ്ട് ഭാഗമായി വേർതിരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഒന്ന്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആഡംബരം വരുന്നത്, മറ്റൊന്ന് നശിപ്പിച്ച് കളയൽ. ഈ രണ്ട് രൂപമാണ്. അതുകൊണ്ട് ഒരു സുഖിക്കലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ മറന്നു ചെയ്തു പോയാൽ അതിന് ഹറാമുമില്ല, ഫിദിയയും ഇല്ല. മനഃപൂർവ്വമാകുമ്പോൾ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ഹറാം ഉണ്ടാവുകയില്ല, പക്ഷേ ഫിദിയ നിർബന്ധമാവും. ഇനി നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുടി, നഖം, ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത്. അവിടെയും ചിലപ്പോൾ രോഗം കാരണമോ മറ്റോ നീക്കം ചെയ്യേണ്ടി വന്നാൽ നീക്കം ചെയ്യാം, പക്ഷേ ഫിദിയ നിർബന്ധമാകും. നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോയാൽ അവിടെ നമ്മൾ അറിയുന്നില്ല. നേരെ മറിച്ച് നമ്മൾ അറിവോടുകൂടെ മനഃപൂർവ്വമല്ലാതെ തന്നെ കൊഴിഞ്ഞു പോയാൽ ഹറാമ് വരികയില്ല, പക്ഷെ ഫിദിയ ഉണ്ടാവും. ഫിദിയ എന്ന് പറയുമ്പോൾ ഒരു മുടി പോയാൽ, ഒരു നഖം പോയാൽ, ഒരു മുദ്ദാണ്
അവർ ഫിദിയായി നൽകേണ്ടത്. 2 മുടി പോയാൽ അവർ ഫിദിയായി കൊടുക്കേണ്ടത് 2 മുദ്ദാണ്. 3 മുടിയോ 3 നഖമോ ആണ് പോയതെങ്കിൽ അവര് ഒരാടിനെ അറുത്തു കൊടുക്കണം. ഇതാണ് ഫിദിയ. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് മുടി കൊഴിച്ചിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ആകുമ്പോൾ മുടി കൊഴിച്ചിൽ ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് മുടി കൊയ്യാൻ സാധ്യതയുണ്ട്. ആയതിനാൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കണം. മുടിയൊക്കെ ഒരച്ച് കഴുകുമ്പോൾ പൊട്ടിപ്പോകാം, കൊഴിഞ്ഞു പോകാം. സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചു പോയാൽ ഫിദിയ നിർബന്ധമാവും. പുരുഷന്മാർ താടിയുള്ള ആളുകളൊക്കെ ആവുമ്പോൾ ഒതു എടുക്കുന്ന സമയത്ത് ഒരച്ച് കഴുകാൻ അവർക്ക് പറ്റുകയില്ല. അവരിങ്ങനെ മുഖത്ത് വെള്ളം കൊണ്ട് ഒപ്പി പതുക്കെ അവര് എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. മീശയാണെങ്കിലും താടിയാണെങ്കിലും ഇതൊക്കെ ഒരച്ചൊരച്ച് കഴുകുമ്പോൾ അത് പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതൊരുപാട് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ ഒതെടുക്കുമ്പോൾ വെള്ളം എടുത്ത് ഇങ്ങനെ ഒപ്പി എടുക്കുന്ന രൂപത്തിൽ കൈമലാണെങ്കിലും കാൽമലാണെങ്കിലും ഒക്കെ അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് ഈ മുടി കൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത്. നഖം പിന്നെയും ശ്രദ്ധിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ നിന്നിങ്ങനെ അടർന്നു വരുന്ന ചെറിയ തൊലികളൊക്കെ വലിച്ച് എടുക്കുന്നതും ഇതേ ഗണത്തിൽ ഉൾപ്പെടും. അതാണ് ഈ വിഷയത്തിൽ കൂടുതലായി ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സ്ത്രീകൾ മുഖം മറക്കലാണ്. മുഖം മറക്കൽ ഹറാമാണ് ഇഹ്റാം ചെയ്തതിന്റെ ശേഷം. അല്ലാത്ത സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണല്ലോ. നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും മറച്ചിരിക്കണം. സ്ത്രീ പുറത്തിറങ്ങുന്ന സമയമാണെങ്കിൽ അൽ മർഅത്തു ഔറത്തുൻ, പെണ്ണ് മുഴുവനും ഔറത്താണ്. അന്യപുരുഷന്മാര് ഇടയിലേക്ക് അവർ പോകുമ്പോൾ പൂർണ്ണമായി മറച്ചിരിക്കണം. അത് മക്കയിലും എല്ലാത്ത സ്ഥലത്തും എല്ലായിടത്തും മറച്ചിരിക്കണം. എന്നാൽ ഇഹ്റാം ചെയ്താൽ മുഖം മറക്കൽ ഹറാമാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫിത്തനയെ ഭയക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ചൂട് തണുപ്പ് പോലത്തതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് തലയിൽ ഒരു വടി, ചെറിയൊരു കൊള്ളിക്കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുഖം ടച്ച് ചെയ്യാത്ത വിധം ഫേസ് കർട്ടൻ തൂക്കിയിടാവുന്നതാണ്. അവരെ മുഖം മറ്റുള്ളവർ കാണുമ്പോൾ ഫിത്തനയെ ഭയപ്പെടുന്നുണ്ട്, കാരണം അവർ ആകൃഷ്ടരാകും. അവര് ഈ പെണ്ണിൽ തഫക്കുർ ചെയ്യുമെങ്കിൽ അതൊരു ഫിത്തനയാണല്ലോ, ഹറാമിലേക്ക് കൂട്ടിയല്ലോ. ഫിത്തന എന്ന് പറഞ്ഞാൽ അടിപിടി മാത്രമല്ലല്ലോ, ഒരാളിൽ ഹറാമ് സംഭവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഫിത്തന. അപ്പൊ ഈ പെണ്ണിന്റെ മുഖം മറ്റൊരു അന്യപുരുഷൻ കാണുക എന്നത് തന്നെ ഫിത്തനയാണ്. അത്തരം ഫിത്തനയെ ഭയക്കുന്ന ഘട്ടത്തിൽ സ്ത്രീകൾക്ക് മുഖത്ത് ഒരു ചെറിയ കൊള്ളിക്കഷ്ണം വെച്ചുകൊണ്ട് ഫേസ് കർട്ടൻ തൂക്കിയിടാം. ഇപ്പോൾ അതിന് ചില ഗ്യാപ്പ് പോലത്തെ സാധനങ്ങൾ, ഈ തലയിൽ ഉടുന്ന മുന്നോട്ട് വരുന്ന തൊപ്പിയുണ്ടല്ലോ, അതൊക്കെ വിപണിയിൽ ധാരാളം വാങ്ങാൻ കിട്ടും. അതൊക്കെ സ്ത്രീകൾ വാങ്ങി അതിൻ്റെ മുകളിലൂടെ തൂക്കിയിടാവുന്നതാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെറിയ കൊള്ളിക്കഷ്ണം വെച്ച് അത് പെട്ടെന്ന് വീണു പോവുകയും മുഖത്തേക്ക് ടച്ച് ചെയ്യുകയും ചെയ്താൽ ഉടനെ തന്നെ അതെന്ത് ചെയ്യേണ്ടതാണ്, നീക്കം ചെയ്യണം. അങ്ങനെ ഉടനെ തന്നെ നീക്കം ചെയ്താൽ അവർക്ക് ഫിദിയ ഉണ്ടാവുകയില്ല. അല്ലാതെ അവര് മുഖം മറച്ചാൽ ഫിദിയ നിർബന്ധമാവും. മറന്നുകൊണ്ട് മറച്ചു പോയാൽ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇതൊരു സുഖിക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ഫിദിയ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് എണ്ണ എന്ന് പറയുന്നത്. താടിയിലും തലയിലും എണ്ണ ഇടല്. എണ്ണ എന്ന് പറയുമ്പോൾ കുളിക്കുമ്പോൾ താളി ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല, അത് എണ്ണയുടെ ഗണത്തിൽ പെടുകയില്ല. എണ്ണ ഏതെണ്ണയായാലും അതൊക്കെ ഹറാമായിരിക്കും. അതുപോലെ തന്നെയാണ് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ഹറാമാണ്. ഇഹ്റാം ചെയ്തതിന്റെ ശേഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഹജ്ജിന് പോയതാണ്, അവർ ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഹറാമാണ്. ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ ഹജ്ജ് ഉംറ ഫാസിദാവും. ഹജ്ജോ ഉംറയോ ഫാസിദായാൽ അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം വന്നുകൊണ്ട് അത് ഖളാ വീട്ടലും നിർബന്ധമാണ്. ഒരൊട്ടകത്തെ അറുത്തു കൊടുക്കലും നിർബന്ധമാണ്. അവിടുത്തെ ഫിദിയ അതാണ്. അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് പോകുന്ന സമയത്ത് സ്പർശനമുണ്ടാകാം. വൈകാരികമായ ചിന്തയോടുകൂടെയുള്ള ലംസ്, ഖുബലത്ത്, ഇതെല്ലാം ഹറാമാണ്. അത് മനഃപൂർവ്വം ചെയ്യുമ്പോൾ അവര് ഫിദിയ നൽകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ഫിദിയ എന്ന് പറയുന്നത് ഇവിടെ ദമു തഖയ്യുർ എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഫിദിയ നൽകേണ്ട ഘട്ടം വരുമ്പോൾ അവിടെ ഫിദിയ നൽകുമ്പോൾ ദമു തഖയ്യുറാണ്. ദമു തഖയ്യുർ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ആട് അറുത്തു കൊടുക്കണം, അല്ലെങ്കിൽ 3 6 മിസ്കീന്മാർക്ക് അല്ലെങ്കിൽ ഫക്കീർമാർക്കായി നൽകണം. മിസ്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫക്കീറും കൂടെ ഉൾപ്പെടും. 6 മിസ്കീന്മാർക്കായിട്ട് 3 സാഅ് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ കഴിക്കുന്ന അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ഏതാണോ സാധാരണ കഴിക്കുന്ന ഭക്ഷണമെങ്കിൽ അത് കൊടുക്കണം. 3 സാഅ്. ഒരു സാഅ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഒരു സാഅ് 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഉണ്ടാകും. അത്
3 സാ വേണം. അപ്പോ 9 ലിറ്ററും 600 മില്ലി ലിറ്ററും ഉണ്ടാവും. ഈ 9 ലിറ്ററും 600 മില്ലി ലിറ്ററുമായ 3 സാ 6 മിസ്കീന്മാർക്കായി വീതിച്ചു കൊടുക്കണം. അതുമല്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം. ഇതാണ് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ നേരത്തെ നമ്മൾ തമത്വന്റെ അവിടെ പറഞ്ഞ ദമു തെർത്തീബാണ്. അതായത് അവർക്ക് അറവിന് ഒരു നിരക്കും കഴിയില്ലെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യേണ്ടത് 10 ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടത്. ഇവിടെ ദമു തഹയ്യുർ എന്നാണ് പറയുന്നത്. ദമു തഹയ്യുർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഈ ഫിദിയ അവർക്ക് ചെയ്യാം. ആടാവാം, അല്ലെങ്കിൽ 3 സാ 6 മിസ്കീന്മാർക്കായി കൊടുക്കലാവാം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കലാവാം. ഇത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, സംയോഗം ചെയ്യുന്നിടത്ത് അത് ബാധകമല്ല. അവിടെ ഒട്ടകമാണ് ഫിദിയായി നൽകേണ്ടത്. ഒട്ടകം അവർക്ക് സാധ്യമല്ല എങ്കിൽ ഒരു ഒട്ടകത്തിന്റെ വില കണക്കാക്കിയാൽ എത്ര ഉണ്ടാകുമോ അത്രയും ധാന്യം ഭക്ഷണം പാവങ്ങളായ ആളുകൾക്ക് അവർ സദഖ ചെയ്യണം. അതുമല്ലെങ്കിൽ എത്ര മുദ്ദുണ്ടാകുമോ അത്രയും ദിവസം അവർ നോമ്പനുഷ്ഠിക്കണം. ഇതാണ് അതിന് പരിഹാരമുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് മുഹറമാത്തുൽ ഇഹ്റാമുകൾ അവരുടെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് മനഃപൂർവ്വം സംഭവിച്ചു കഴിഞ്ഞാൽ ഫിദിയ നിർബന്ധമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ അവിടെ സുഖ ആഡംബരങ്ങളാണെങ്കിൽ അതിൽ ഫിദിയയില്ല. നശിപ്പിക്കലാണെങ്കിൽ, മുടി നീക്കുക, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ, വേട്ടയാടുക പോലത്തതൊക്കെ ആണെങ്കിൽ അവിടെ ഫിദിയ നിർബന്ധം. വേട്ടയാടുന്നിടത്ത് വിശദമായി പറയാനുള്ളതാണ്. എന്തിനെയാണോ വേട്ടയാടുന്നതെങ്കിൽ അതിനോട് തത്തുല്യമായത്, കാട്ടുമൃഗമാണ് വേട്ടയാടുന്നെങ്കിൽ തത്തുല്യമായ നാട്ടുമൃഗം കൊടുക്കേണ്ടി വരും. ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് തത്തുല്യമായത് നൽകേണ്ടി വരും. അതൊരു വിശാലമായ ഭാഗമാണ്. പിന്നെ സാധാരണ സംഭവിക്കുന്നതല്ലല്ലോ അത്. അവിടെ ഇപ്പോഴും വേട്ടയാടാൻ ആരും പോകുന്നില്ല, വേട്ടയാടൽ സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ആ വിഷയത്തിലേക്ക് നമുക്ക് കൂടുതൽ കടക്കേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും ഹക്കായ വിധം എല്ലാ അമലുകളും കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാ വിഷയങ്ങളും പഠിച്ച് അറിഞ്ഞ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാ ഹജ്ജ് ഉംറ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ എല്ലാവർക്കും ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ധാരാളം ചെയ്യാൻ, പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് പല തവണ ചെല്ലാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ഹബീബിന്റെ പൊരുത്തം നേടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇത്തരം നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാര്, ബന്ധുക്കള്, ഉമ്മമാര്, മറ്റുള്ളവരിലേക്കൊക്കെ ഇതിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.